വേറൊരു സ്ഥലത്ത് നാളെടുത്ത വീഡിയോ അല്ല, വേറൊരു സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൃഷിയിൽ ഇവിടെ കന്നാലികളെ കെട്ടിയിരുന്ന കന്നാലികളുടെ ചാണകവും കോഴിക്കാട്ടവും അതുപോലെ തന്നെ ആട്ടുംകാട്ടവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് വളർന്നത്. മത്ത, വെണ്ട, ചോപ്പച്ചീര, പച്ചച്ചീര, 4 തരം കൃഷി ഈ വാരത്തിലുണ്ട്. ഇതാണ് മത്ത. അതേ മത്ത കയറി പോകണ്ട, ഇത് മത്തക്കടിയാണ് കണ്ട. ദേ പൂടണതാണ് കണ്ടത്, പൂറിന്. അപ്പോൾ അതിന് വളരാൻ പോകണം. ദേ ഇപ്പോൾ ഇന്നിടുന്നത് ഇവിടെ ഇടുന്നത് ചാണം. ഇവിടെ തൂറുന്ന കന്നാലികൾ തൂറുന്ന ചാണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കന്നാലികളുടെ ചാണത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കണ്ടാ അതെ, ആ ചാണകം ഇതിൽ ഇടണേ കണ്ട, ആ ചാണകം വാരി ഇടണേ. ആ ചാണവും അതുപോലെ തന്നെ ആട്ടുംകാട്ടം ഉണ്ട്, ആട്ടുംകാട്ടം. ആ ചാണകം വാരിയില്ല. ഇത് കാണുക, എന്താ വെറുതെ പറഞ്ഞ് വളർന്നതല്ല കേട്ടാ. അല്ല വളർത്തു. ഇനി ഇതൊന്ന് പൊടിക്കണം, വാരിച്ചിട്ടേ, പച്ചയോടുകൂടി വാരിച്ചിട്ടേ പൊടിക്കണം കേട്ടോ സുഹൃത്തുക്കളെ. പച്ചച്ചാനാണ്, പച്ചച്ചാനോട് വാരിയിട്ടത് ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. കന്നാലികളുടെ ചാണാണത്, അത് പൊടിക്കുക. ആ പൊടിച്ചു. ഈ അതിൻ്റെ മേലെ കൂടെ സുഹൃത്തുക്കളെ ആട്ടുംകാട്ടം, ആടുകളുടെ കാട്ടം അതിൻ്റെ മുകളിൽ കൂടി ഇടണം. ഉണ്ടോ? ആട്ടുംകാട്ടം ഇട്ടു. ഇത് ആട്ടുംകാട്ടാണ്, ഇത് കണ്ട ആട്ടുംകാട്ടം കണ്ട, ഇതൊക്കെ ആട്ടുംകാട്ട. അത് ഈ കൊടിച്ചു എന്താ ആട്ടുംകാട്ടം, ചാണം, കന്നാലികളുടെ ചാണവും ആട്ടുംകാട്ടം കൂട്ടി മറച്ചു. ഇനി സുഹൃത്തുക്കളെ കോഴിക്കാട്ടം ഇടാൻ പോണു. കോഴിക്കാട്ടം കണ്ടോ? കോഴിക്കാട്ടോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്യാൻ പോകുന്നു. അല്ലാതെ കോഴിക്കാട്ടവും ചാണവും ആട്ടുംകാട്ടവും കൂടി മിക്സ് ചെയ്യണം. അന്ന് അവിടെ ഇട്ടത്, അപ്പുറത്തെ തോട്ടത്തിലിട്ടത് ചാരവും കോഴിക്കാട്ടവും ചാണകപ്പൊടിയാണ്. ഇന്നിവിടെ ഇടുന്നത് ആട്ടുംകാട്ടവും അതുപോലെ തന്നെ പച്ചച്ചാണകവും കോഴിക്കാട്ടമാണ്. ആ ചാരല്ല, വേറെ സൈസ് വളമാണ് ഇടുന്നത്. ഇല്ല, രണ്ടും കൂടി മിക്സ് ചെയ്തു. ഇനി ഇതേ വാരുകയാണ്, തൈകളുടെ കടക്കി ഇടാൻ പോവാ. എന്താ തൈകളിൽ ഇറക്കിയ ചാണവും ഈ വാരിയാക്കണ വളം, ഈ മിക്സ് ചെയ്ത വളം ഈ തൈകളുടെ കടയ്ക്ക
ഓരോ കൃഷിക്ക് ഓരോ വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ. ഓരോ കൃഷികളും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ചീര, പയറ്, 2 തരം ചീരയുണ്ട്. പച്ചച്ചീരയും ചുവപ്പച്ചീരയും, വെണ്ട, മത്ത. വളടാൻ പോകും. വെറുതെ തിരിച്ചല്ല കേട്ടോ. വളം നന്നായിട്ട് ഇടണം. നന്നായിട്ട് വളം ഇട്ടാലേ വേണ്ട. പയറ് കണ്ട, പയറ് ഉണ്ടാ. ചോപ്പച്ചീര ഉണ്ടോ? ചോപ്പച്ചീര, വെണ്ട. എന്താ സുഹൃത്തുക്കളെ, മത്ത പോണണ്ട. മത്ത മത്തയാ. വേണ്ട മത്തക്കട വേണ്ട. അപ്പുറത്ത് മത്ത കയറി വരണതാണ്. ചീര അരിയാറായി സുഹൃത്തുക്കളെ. ഇതിൻ്റെ പുതിയ വിളവെടുപ്പ് നാളെ ഉണ്ട്. നാളെ ഇതിൻ്റെ വിളവെടുപ്പ് ആരംഭിക്കും. നാളെ ഇത് വിളവെടുക്കാം. നാളെ വിളവെടുക്കേണ്ട ദിവസമാണ്. നാളെ രാവിലെ ഇത് കട്ട് ചെയ്യും. ഈ ചുവപ്പച്ചീര അരിഞ്ഞ് കൊടയിലേക്ക് കൊടുക്കും. കടക്കാർക്ക് കൊടുക്കും, ഇവിടെയും കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഇനിയേ ഇതിൻ്റെ കടക്കിലേക്ക് വെള്ളം ഇതാ കാണുന്ന തോട്ടിൽ നിന്നാണോ? അതാ നമ്മുടെ കണ്ടാണ്. ആ കണ്ടത്തിൽ വിതയ്ക്കാത്ത കാര്യം കൂടെ അതങ്ങനെ കിടക്കണ്. നോക്കിയതുകൊണ്ടാണ് കിടക്കണേ. അപ്പോൾ ആ വെള്ളത്തിന് ദൗർബല്യം വന്നാലും ദൗർബല്യം വരാറില്ല. അപ്പോൾ ആ കാണുന്ന കണ്ടത്തിൽ നിന്ന് മുക്കും. വെള്ളം ഇതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിൽ ആരും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. വെള്ളം മുക്കിയത് ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കണേ. വെള്ളപ്പുറത്ത് തോടാണ് ഈ കാണുന്ന കഴുതക്കണല്ലേ, അതാണ് തോട. കണ്ടാ സുഹൃത്തുക്കളെ, ഇത് വിഷുവിൻ്റെ കൈനീട്ടം കൊടുക്കാനുള്ള വെള്ളരിയാണ്. കണ്ടാ കൈനീട്ടം വിഷുക്കണിക്കുള്ള വെള്ളരി. കണ്ടാ ഇതൊക്കെ വെള്ളരി പൂത്തി നിൽക്കണം. കണ്ടാ ഇല്ല എന്ന് പറയുന്നതല്ല, ഇത് കാണുക. ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കണ വളവും കണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കണ്ട. ഇതൊക്കെ അരിഞ്ഞു പോയാൽ ചീരിയാലേ. കണ്ട കൈനീട്ടം കൊടുക്കാനുള്ള വെള്ളരി കണ്ടത് പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഇതൊരു ചെറിയ തോട്ടമല്ല. കണ്ടാ ഇതിൻ്റെ ഇടയിൽ വെണ്ടയുണ്ട്, വെള്ളരിയുണ്ട്. കണ്ടാ ഇതിൻ്റെ അപ്പുറത്ത് നോക്കി. കണ്ട ചീരൊക്കെ വേണ്ട. ചീര വെള്ളരിയുടെ ഉള്ളിൽ ചീര വേണ്ട. ചോപ്പച്ചീരയുണ്ട്, പച്ചച്ചീരിയുണ്ട്, വെള്ളരിയുണ്ട്. കേട്ടോ അതേണ്ട വെള്ളരി കട ഉണ്ട്. അതേ വെള്ളരി ഉണ്ട, ചീര ഉണ്ട. ചീര വെള്ളരി ഉണ്ട്. അതേ വെണ്ട പൂട്ടു ഉണ്ടാ. ഒരാഴ്ച കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് പൊടിക്കാം. ഉണ്ടാ ചോപ്പച്ചീര ഉണ്ട. ചോപ്പച്ചീര ഉണ്ടാ. ചോപ്പച്ചീരയാ കണ്ട. അതേ പൂവാണ് കാണണ്ടതേ വെണ്ടയുടെ. കണ്ട ഒരാഴ്ച കഴിഞ്ഞാൽ വെണ്ട കൂടെ പൊട്ടിക്കാം. കണ്ട ചോപ്പച്ചീര ഉണ്ട്. അതേ വെണ്ട, ചോപ്പച്ചീര, അതുപോലെ തന്നെ
വെള്ളരി കൈനീട്ടം കൊടുക്കാനുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല. ഇവിടെ ഒരു 6 തരം കൃഷിയുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയോട് താല്പര്യമുള്ളവരും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ കാണുക. ഇത് കണ്ട് നിങ്ങൾ പഠിക്കുക. ഇതിലും നല്ല രീതിയിൽ കൃഷി ചെയ്യുക. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് നല്ല പച്ചക്കറി കൂട്ടി ഭക്ഷണം കഴിച്ചാൽ രോഗങ്ങളില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. അത് കഴിക്കണമെങ്കിൽ വിലയൊന്നും വലിയ കൂടുതൽ വരുന്നില്ല സുഹൃത്തുക്കളെ. നല്ല സാധനം കഴിക്കാം, ആരോഗ്യം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, കുറച്ച് നാൾ കൂടി നമ്മൾ കൂടുതൽ ജീവിക്കും. ഞാൻ എത്രയോ രോഗികൾക്ക്, എത്രയോ പാവപ്പെട്ടവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയേക്കുന്ന ഡോക്ടർമാർ രോഗിയെ പരിശോധിക്കുന്ന മാലിൽ തന്നെയാണ് കൃഷി. കൃഷിക്ക് എത്രയോ രോഗികൾ എൻ്റെ കയ്യിൽ നിന്ന് കൊറോണ കാലത്തൊക്കെ എത്രയോ രോഗികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറികൾ കാണുക, ആസ്വദിക്കുക, വന്നു വാങ്ങുക, സത്യം മനസ്സിലാക്കുക, ഇത് വിലയിരുത്തുക. ഇത് വെറുതെ പറഞ്ഞു പോണതല്ല. ഈ സത്യത്തെ നിങ്ങളെല്ലാവരും കണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നുണയോ ചതിയോ പറയാത്ത ഒരു ഉത്തമ കൃഷിക്കാരനാണ് ഞാൻ. കൃഷിയിലെ നുണ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവാൻ പോണില്ല, ഒന്നും കിട്ടാനും പോണില്ല, ഒന്നും സമ്പാദിക്കാനും പോണില്ല. അപ്പോൾ സത്യസന്ധമായി കൃഷി ചെയ്താൽ നിങ്ങൾ ഈ സമയം നോക്കണത്, എനിക്ക് സമയം എത്രയും വിലപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് സമയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. എനിക്ക് എന്തോരം സമയം കിട്ടുന്നുവോ ആ സമയമൊക്കെ മണ്ണിൽ മാന്തണം ഒറ്റ ജ്വരമുള്ളൂ. ഇതൊന്നും പാട്ടഭൂമിയല്ല കേട്ടോ, അതൊക്കെ സ്വന്തം ഭൂമിയാണ്. എടുത്തെത്താത്തതുകൊണ്ടാണ് ഈ കിടക്കണതൊക്കെ. പറ്റാവുന്ന എടുക്കേണ്ട അല്ലാത്തവിടെ ഇട്ടേക്കും. അപ്പോൾ നിങ്ങളിത് കാണാം. ഇനി പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് വിട്ട് പോയില്ലെങ്കിൽ തന്നില്ലെങ്കിൽ പുലിവാല്, പിന്നെ അവർക്ക് അങ്ങനെ പിന്നാലെ നടക്കണം, അവർ ഒഴിപ്പിക്കണം, അവരുടെ അടുത്ത് വക്കാണത്തിന് പോകണം. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് 2ാമത്തെ വളം ഇതിൻ്റെ കളിക്ക് ഇടാൻ പോകുന്നു. പശുവിനെ വളം ഇട്ടു, 2ാമത്തെ വളം അതാണ് ഇത്ര കറുപ്പ് കാണുന്നത്. ഇനി ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക് ഉത്സവമാണ്, കൊയ്ത്തുത്സവം ആരംഭിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ കൊയ്ത്തുത്സവത്തിൻ്റെ സമയത്ത് ഞാൻ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കാണുക, ഇത് കണ്ട് പഠിക്കുക, ഇതുപോലെ കൃഷി ചെയ്യുക. കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോഴിക്കാട്ടത്തിൽ ഒരു ചാക്ക് ചകിരിക്കാട്ടമേ ഉപയോഗിക്കാവൂ, അറക്കപ്പൊടി ഉപയോഗിക്കരുത്. ചകിരി കോഴിക്കാട്ടം ഉപയോഗിച്ചാൽ 100 രൂപ 120 രൂപ ഒരു ചാക്കിന് വരണുള്ളൂ. അതിൽ കൂടെ കുറച്ച് ചാണം കൂട്ടി, ഒരു 3 പാട്ട ചാണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഉണക്ക ചാണം, പച്ചച്ചാണം കൂട്ടിയിട്ട് പച്ചച്ചാണം കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറയ്ക്കാൻ പറ്റില്ല. മറയ്ക്കുമ്പോൾ എന്നാൽ പൊട്ട മണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പച്ചച്ചാണം കൂട്ടി, ഉണക്കായ ചാണം കൂട്ടി മറച്ച് ഇതേപോലെ തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കണം കേട്ടോ. മഴ തണുപ്പില്ലാത്തടത്ത് കൊണ്ടിടരുത്, അതുകൊണ്ട് ഉണങ്ങിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതുപോലെ വളം വാരിയിട്ട് കഴിഞ്ഞിട്ട് മണ്ണിട്ട് കൊടുത്താൽ നിങ്ങൾക്കൊരു 15 ദിവസം കഴിയുമ്പോൾ കണ്ണ് തുറന്ന് അടയ്ക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കാശു. ഇതിൽ നിന്നൊരു വീതം പാവങ്ങൾക്ക് ഉണ്ട്. ഇതിൽ നിന്നൊരു വീതം പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ഞാൻ ഈ വെറുതെ പറയുന്നതല്ല, ഇത് സത്യസന്ധമായ കാര്യം നിങ്ങളെ പറയുകയാണ്. അപ്പോൾ നിങ്ങളിത് വന്ന് കാണുക, ഇതുപോലെ കൃഷി ചെയ്യുക. ഇതുപോലെ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് കൈ നിറയെ കാശ് കിട്ടും. കാണാനൊരു സന്തോഷം, കൊയ്യാനൊരു ഉത്സവം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഞാൻ അടുത്ത വീഡിയോയിൽ രവി പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ടോം ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഞാനും ടോം ചേട്ടനും.